So, Tiju's Academy IELTS Mavilikara is back with another reading live. Hope you all know my name is Akhila, and today we'll be dealing with a different type of question that is always asked in IELTS reading, particularly for academic, and that is matching ends of sentences. Okay. സോ കഴിഞ്ഞ 2-3 ലൈവ് സെഷൻസിലായിട്ട് നമ്മൾ മെയിനായിട്ടും IELTS റീഡിങ്ങിൽ വിട്ടുപോകുന്ന കുറച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന എന്നാൽ കോഷ്യസ് ആയിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് വന്നിരിക്കുവാണ്, മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസ്. ഓക്കെ, സോ നമ്മളുടെ ലൈവ് സെഷൻസിൽ കുറച്ച് പേര് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷാൽ വെയിറ്റ് ഫോർ സം ടൈം. ഓക്കെ, സോ എന്താണ് ഈ മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം, സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ. സോ വി ഹാവ് ഗിവൺ 5 സെൻറ്റൻസസ്. നമുക്ക് 5 സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ ഒരു 5 സെൻറ്റൻസസും ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ സെൻറ്റൻസസ് കംപ്ലീറ്റ് ആക്കുക. സോ അതിന് വേണ്ടിയിട്ട് വി ആർ ഗിവൺ എ ലിസ്റ്റ് ഓഫ് എൻഡിങ്സ്. സെൻറ്റൻസിൻ്റെ എൻഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ എൻഡിങ്സിൽ നിന്നും എന്ത് ചെയ്യാം? വി ക്യാൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് എൻഡിങ് ഫോർ ഈച്ച് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിനും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻഡിങ് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എൻഡിങ്സ് ഏതാണോ അത് നമ്മൾ എവിടെ നിന്ന് ചൂസ് ചെയ്യുക? നമുക്ക് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർഡ് ഫ്രേസ് എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെറ്റേഴ്സ് മാത്രം, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് മാത്രം നമ്മൾ ആൻസറായിട്ട് എഴുതിയാൽ മതി. അതാണ് മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ്. നമുക്ക് ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. കംപ്ലീറ്റ് ഈച്ച് സെൻറ്റൻസ് വിത്ത് കറക്റ്റ് എൻഡിങ്. ഓരോ സെൻറ്റൻസിനും പ്രോപ്പറായിട്ട് എൻഡിങ് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴെ അല്ലേ A to H നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. A to H നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ, കറക്റ്റ് ആൻസർ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഈ ഒരു പാറ്റേണിൽ വേണം നമ്മൾ മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ചോദിക്കാനായിട്ട്. ഇത് മോസ്റ്റ്ലി കണ്ടുവരുന്നത് അക്കാഡമിക് റീഡിങ്ങിലാണ്. ജനറൽ റീഡിങ്ങിൽ ഇല്ല എന്നല്ല, മോസ്റ്റ്ലി വരുന്നത് അക്കാഡമിക് റീഡിങ്ങിലാണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൂടിയാണ് മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറയുമ്പോൾ. പ്രോപ്പറായിട്ട് എൻഡിങ്ങിൽ അല്ലെങ്കിൽ പ്രോപ്പർ സെൻറ്റൻസസിൻ്റെ എൻഡിങ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഇവിടെ വരുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. ഓക്കെ, സോ സെൻറ്റൻസ് എൻഡിങ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് അതിനെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുവാണ് അല്ലേ. സോ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അവിടെ ഫോം ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഷുഡ് ബി ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ്. ആ ഒരു സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ആൻസർ അവിടെ പ്രോപ്പർ ആയിരിക്കത്തുള്ളൂ. സോ നിങ്ങളൊരു ആൻസർ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ അവിടെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ നല്ല സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം അവിടുത്തെ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് കാര്യം. ഓക്കെ, സോ ഗ്രാമർ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കിവിടെ പറയാം. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനെന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, IELTS റീഡിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒമിറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു ഷുഡ് ഓൾവേസ് റീഡ് ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ്. മ്യൂസിക് പൈറസി എന്നുള്ളതാണ് ഇവിടുത്തെ ടൈറ്റിൽ. സോ ടൈറ്റിൽ വായിക്കുമ്പോൾ വേറെ ഒന്നും കാര്യം കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മനസ്സിലായിരുന്നില്ലെങ്കിൽ പോലും സോ മ്യൂസിക് പൈറസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാസേജാണ് വി ആർ ഗോയിങ് ടു റീഡ് എന്നുള്ള ഒരു ഐഡിയ, ഒരു ഇൻസൈറ്റ് എങ്കിലും നമുക്ക് കിട്ടും. അതുകൊണ്ട് യു ഷുഡ് റീഡ് ദ ടൈറ്റിൽ ഓഫ് ദ പാസേജ് ബിഫോർ മൂവിങ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിന് മുന്നേ ടൈറ്റിൽ വായിക്കുക. ആൻഡ് ടൈറ്റിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻ വായിക്കും. ഇൻസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തതാണ്. ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് എൻഡിങ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അതും നമ്മൾ എങ്ങനെ എഴുതിയാൽ മതി? ദാറ്റ് ടു ഇൻ ലെറ്റേഴ്സ്, ലെറ്ററിൽ മാത്രം എഴുതിയാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം, ഓക്കെ ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ വായിച്ചു, ഇൻസ്ട്രക്ഷൻ വായിച്ചു. ഇനി നമ്മൾ ശ്രദ്ധിച്ച് വായിക്കാൻ പോകുന്നത്
ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുക. അതിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് തന്നിട്ടുള്ളത്. ആ ഓരോ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസസിൽ എന്തെങ്കിലുമൊക്കെ കീ വേർഡ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് ഹൈലൈറ്റ് ദോസ് കീ വേർഡ്സ്. ഓക്കെ, സോ കീ വേർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദാറ്റ് ഓൾ ഷുഡ് ടേക്ക് കെയർ ഓഫ് വൈൽ യു ആർ ഡൂയിങ് IELTS റീഡിങ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. കീ വേർഡ്സിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ നമ്മൾ പോയിട്ടുണ്ട്. കീ വേർഡ്സ് എങ്ങനെ ഹണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ വേർഡ്സ് ആണ് കീ വേർഡ്സ് ആയിട്ട് വരിക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് വാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ റീഡിങ്ങിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കീവേഡ്സ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് എൻഡിങ്സ്, സെൻറ്റൻസസിൻ്റെ എൻഡിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ എൻഡിങ്സ് ആയിരിക്കാം ഓരോ ക്വസ്റ്റ്യനും പോസിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം നമുക്കറിയാം ചില സെൻറ്റൻസസിനെ ചില എൻഡിങ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ടല്ലേ. ആ ഒരു സെൻറ്റൻസ്, ആ ഒരു ബിഗിനിങ്ങിൻ്റെ ബാക്കിയായിട്ട് എന്തായാലും ഈ ഒരു എൻഡിങ് വരില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള ചില സെൻറ്റൻസസ് അല്ലെങ്കിൽ ചില ഓപ്ഷൻസ് ഉണ്ടാവാം. ആ ഒരു ഓപ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതേപോലെ തന്നെ ഇതിന് മാച്ച് ആവാൻ സാധ്യതയുള്ള ഹെഡിങ്സ് ഏതൊക്കെയാണോ ആ ഹെഡിങ്സ് ഒക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് അതിലേതെങ്കിലും കീവേഡ് അപ്പിയർ ചെയ്യുന്നുണ്ടോ നോക്കാം. അതേപോലെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ 5 ക്വസ്റ്റ്യൻസിലും കീവേഡ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി എന്നുള്ളതാണ് അല്ലേ. സോ ഇതിലേതായിരിക്കാം കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ, ഒന്ന് കോമൻറ്റ് ചെയ്യാമല്ലോ. എന്താണ് സോങ്സ് ഒരു കീ വേർഡായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോങ്സ് ആണ് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നാപ്സ്റ്റർ എന്നുള്ളത് ഇവിടുത്തെ കീവേഡാണ്. ആൻഡ് തേർഡ് സെൻറ്റൻസിലെ കീവേഡ് ഏതാണ്, CDs. ഫോർത്ത് സെൻറ്റൻസിൽ വന്നിട്ട് സെൻറ്റൻസ് അല്ല, ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, വേർഡ് ഫ്രേസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. റെക്കോർഡ് കമ്പനീസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ആപ്പിൾ കോർപ്പ് ആൻഡ് അലോഫ് MP3. ഓക്കെ, യെസ് അമല ചാൾസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള 5 സെൻറ്റൻസസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, കീവേഡ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു കീവേഡ്സ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം, ഇതേ കീവേഡ്സ് നമ്മൾ എവിടെ പോയി നോക്കുന്നില്ല, നമ്മളുടെ പാസേജിൽ പോയിട്ട് സ്കിം ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഗ്രാമാറ്റിക്കലി നമ്മൾക്ക് ഈ സെൻറ്റൻസ് എൻഡിങ്ങിനോട് മാച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് സെൻറ്റൻസ് വന്നിട്ട് ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ സോങ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസയർ. ഓക്കെ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി എന്നുള്ളത് ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ്. രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു സെൻറ്റൻസ് കിട്ടുന്നുണ്ടോ. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ്. പ്രോപ്പറായിട്ട് 2 സെൻറ്റൻസും കൂടി മാച്ച് ആവുന്നില്ല. സോ 1ൻ്റെ ആൻസറായിട്ട് എന്തായാലും നമുക്ക് A വരത്തില്ല. ഓക്കെ, നെക്സ്റ്റ് സെൻറ്റൻസ് വായിച്ചാലോ. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി റിസൾട്ടഡ് ഇൻ ദ കമ്പൈലേഷൻ ഓഫ് CDs. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ സോങ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു ഡിസയർ കാരണം CDs കമ്പൈൽ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ സാധിച്ചു, അല്ലെങ്കിൽ അത് ആ ഒരു റിസൾട്ട് CD കമ്പൈലേഷനിലേക്ക് പോയി. സോ രണ്ടും കൂടി ഗ്രാമാറ്റിക്കലി പോസിബിൾ ആവുന്നുണ്ട്, മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു ഓപ്ഷനായിട്ട് നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വായിക്കാം. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി ഗേവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫയൽ ഷെയറിംഗ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ സോങ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസയർ കാരണമാണ് കമ്പ്യൂട്ടേഴ്സിൽ ഫയൽ ഷെയറിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. അതും ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ആണ്, അതും പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ രീതിയിൽ നമ്മൾ H വരെ നോക്കാൻ പോവാണ്. ഓക്കെ, സോ ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി ദേ വോണ്ട് ടു ഹാവ് സംതിങ് ഫോർ ദംസെൽസ്. അങ്ങനെ ഒരു സെൻറ്റൻസ് പോസിബിൾ ആണോ? അങ്ങനെ ഒരു സെൻറ്റൻസ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ D നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ നിന്ന് ഒമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി വെർ നോട്ട് ഇൻ സപ്പോർട്ട് ഓഫ് P2P ഷെയറിംഗ്. വരുമോ? പോസിബിൾ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി ദേ ആർ പോപ്പുലർ. വരുമോ?
ഒബ്വിയസ്ലി ആ എഫ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ഓപ്ഷൻ ബി ചൂസ് ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ ജി ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി റിസൾട്ടഡ് ഇൻ റിവൈവ്ഡ് സെയിൽസ് ഓഫ് CDs. അതെന്തായാലും നമുക്ക് പോസിബിൾ ആണ്. സോ ഓപ്ഷൻ ജിയും പോസിബിൾ ആണ്. ഓപ്ഷൻ എച്ച് പോസിബിൾ ആണോ? ഒരുമിച്ച് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എച്ചും പോസിബിൾ അല്ല. എന്നാലൊന്ന് റീഡ് ചെയ്ത് നോക്കാം. The desire to share songs quickly were happy with the rising interest in music. എന്തായാലും അത് പോസിബിൾ അല്ല. സോ ഫസ്റ്റ് ക്വസ്റ്റിന് പോസിബിൾ ആയിട്ടുള്ളത് 3 ഓപ്ഷനേ ഉള്ളൂ. ഇനി നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല എങ്കിൽ പോലും നമ്മുടെ കയ്യിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കണ്ണടച്ച് എഴുതുവാണെങ്കിൽ തന്നെ നമ്മുടെ ആൻസർ കറക്റ്റ് ആവാനുള്ള ഒരു പ്രോബബിലിറ്റി ഇത്രയും ഓപ്ഷൻസിൽ നിന്നും എടുക്കുന്നതിനെക്കാട്ടിലും 8 ഓപ്ഷൻസിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് 3 ഓപ്ഷനിൽ ഏതെങ്കിലും എടുക്കുന്ന ഒരു 33% ശരിയാവാനുള്ളൊരു ചാൻസ് കിട്ടും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും ഇതേപോലെ ഓപ്ഷൻസ് നോക്കി വെക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പോസിബിലിറ്റി തോന്നിയത് ഏതൊക്കെയാണ്? ബി വന്നിട്ടുണ്ട്, സി വന്നിട്ടുണ്ട്, അതേപോലെ ജി. 3 ഓപ്ഷൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റിന് പോസിബിൾ ആയിട്ട് വന്നത്. ഇതേപോലെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ്. Popularity of Napster and similar services believed in the success of MP3 downloads. പോസിബിൾ ആണോ? സോ അത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ എ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഒരിക്കലും വരില്ല. ഓക്കെ, ആൻഡ് ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ് റിസൾട്ടഡ് ഇൻ ദ കമ്പൈലേഷൻ ഓഫ് CDs. ഓക്കെ, അത് പോസിബിൾ ആണല്ലോ. നാപ്സ്റ്ററും സിമിലർ സർവീസസും ഒക്കെ പോപ്പുലർ ആയത് എന്ത് ചെയ്തിട്ടുണ്ട്? CD കമ്പൈലേഷനിലേക്ക് റിസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് പോസിബിൾ. ഓപ്ഷൻ ബി പോസിബിൾ ആണ്. ആൻഡ് അടുത്തതോ? The popularity of Napster and similar services gave birth to the concept of file sharing on computers. അത് പോപ്പുലർ ആയത് കാരണമാണ് കമ്പ്യൂട്ടേഴ്സിൽ ഫയൽ ഷെയറിങ് വന്നത് എന്നുള്ളത് വന്നാലും അതെന്താണ്? ഗ്രാമാറ്റിക്കലി പോസിബിൾ ആണ്. നമ്മളിവിടെ ലോജിക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഗ്രാമർ മാത്രമേ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ലോജിക്ക് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഓതർ എന്തിൽ കൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പാസേജിൽ കൂടെ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം. ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ് ദേ വോണ്ട് ടു ഹാവ് സംതിങ് ഫോർ ദംസെൽസ്. എന്തായാലും അത് പോസിബിൾ അല്ല എന്ന് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതോ? ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ് വെയർ നോട്ട് ഇൻ സപ്പോർട്ട് ഓഫ് P2P ഷെയറിംഗ്. പോസിബിൾ ആണോ? പോസിബിൾ അല്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം. ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ് ദേ ആർ പോപ്പുലർ. പോസിബിൾ അല്ല. ആൻഡ് അടുത്തത് നോക്കിയാലോ? ഓപ്ഷൻ ജി നോക്കിയാൽ നമ്മൾക്ക് ഓപ്ഷൻ ബി എടുത്തതുപോലെ തന്നെ രണ്ടും മാച്ച് ആവുന്നുണ്ട്. സോ അതിൻ്റെ പോസിബിൾ ആൻസറായിട്ട് ഓപ്ഷൻ ജി വേണമെങ്കിൽ പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ് റിസൾട്ടഡ് ഇൻ ദ റിവൈവ്ഡ് സെയിൽസ് ഓഫ് CDs. ഓക്കെ ആണല്ലോ. And last one, the popularity of Napster and similar services were happy with the rising interest in music. അവർ ഹാപ്പി ആണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നൗൺ ആണോ നമുക്ക് തന്നിരിക്കുന്നത്? അല്ല, അതിൻ്റെ പോപ്പുലാരിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പോപ്പുലാരിറ്റി എന്തായാലും ഹാപ്പി ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റും ആണ്. സോ ആ ഒരു കാര്യം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെയും പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് 3 ഏതൊക്കെയാണ്? ബി, സി ആൻഡ് ജി. ഫസ്റ്റ് വണ്ണ് പോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് ബി, സി ആൻഡ് ജി. ഇനി നമ്മൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എളുപ്പം കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ ഈ ഒരു 3 ഓപ്ഷൻസിൽ നിന്ന് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സെക്കൻഡ് വണ്ണിനും അതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസറായിട്ട് വന്ന ഓപ്ഷന് നമുക്ക് സെക്കൻഡ് വണ്ണിൻ്റെ പോസിബിലിറ്റിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ 2 പോസിബിൾ ആൻസേഴ്സ് ഏതൊക്കെയാവാം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാസേജ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് ആ 2 ആൻസർ കണ്ടുപിടിക്കാൻ ഒക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ അല്ലേ? സോ ഇതേപോലെ നമ്മൾ 5 ചെയ്യണം. നമുക്ക് സമയം ഉണ്ടെങ്കിൽ 5 ചെയ്യാം. ആൻഡ് മാച്ചിങ് എൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് മാച്ചിങ് എൻസ് ഒക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇത്ര ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെൻറ്റൻസ് എൻഡിങ്സ് മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറേ നിങ്ങൾ ചെയ്ത് മാച്ചിങ് എൻസ് യൂസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു രീതി പോലും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്ങിലൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ബിഗിനർ സ്റ്റുഡൻറ്റിന് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരാം. ആദ്യത്തെ 2 പോസിബിൾ ആൻസേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ശരിയല്ലേ?
ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ പോസിബിൾ ആൻസേഴ്സ് ബിയും സിയും ജിയും ആണ്. ആൻഡ് ഫസ്റ്റ് വൺ വായിച്ച് നോക്കാം. ദ ഡിസയർ ടു ഷെയർ സോങ്സ് ക്വിക്ക്ലി. സോ സോങ്സ് ഷെയർ ചെയ്യാനുള്ള ഒരു ഡിസയർ, നമ്മളവിടെ സോങ്സിനെ കീ വേർഡായിട്ടും ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പാസേജിലേക്ക് മൂവ് ചെയ്യുവാണ്. പാസേജിൽ എവിടെയാണ് സോങ്സിനെ കുറിച്ച് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ പാസേജിൽ ഏത് പോർഷനിലായിട്ട് നമുക്ക് സോങ്സ് കാണാം? നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ സോങ്സ് എന്നുള്ള കീവേഡ് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. ശരിയാണല്ലോ? ഓക്കെ, so 19-year-old student decided he want a fast and efficient way to share his favorite songs with his friends. അപ്പോൾ സോങ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഡിസയറിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒരു 19-year-old സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യണമായിരുന്നു? അവൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻസിനെ അവൻ്റെ ഫേവറേറ്റ് സോങ്സിനെ അവൻ്റെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാനുള്ള ഒരു ഡിസയർ ഉണ്ടായിരുന്നു തന്നെയല്ലേ ഇവിടെ പറയുന്നത്. അപ്പോൾ അതെന്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ അത് കാരണം എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് സെക്കൻഡ് സെൻറ്റൻസിൽ പറയുന്നത് ഹി ഡിഡ് നോട്ട് ജസ്റ്റ് വോണ്ട് ടു മേക്ക് എ കമ്പൈലേഷൻ ടേപ്സ് അവൻ ഉണ്ടാക്കണ്ടായിരുന്നു. ഹി വോണ്ടഡ് ടു ഡു ഷെയറിങ് വയ ദ കമ്പ്യൂട്ടർ. എന്ത് ചെയ്യണമായിരുന്നു അവന്? ആ ഒരു ഡിസയർ കാരണം അവൻ എന്താണ് ചെയ്തത്? അവന് കമ്പ്യൂട്ടർ വഴി അത് ഷെയർ ചെയ്യണമായിരുന്നു. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓപ്ഷൻസിന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുവാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എന്താണ്, 19-year-old സ്റ്റുഡൻറ്റിന് അവൻ്റെ ഫേവറേറ്റ് സോങ്സ് ഷെയർ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ, ഹി ഹാഡ് എ ഡിസയർ ടു ഷെയർ ഹിസ് ഫേവറേറ്റ് സോങ്സ്. അപ്പോൾ അത് റിസൾട്ട് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഷെയറിങ് വയ ദ കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ഇവിടുന്ന് നമുക്ക് പാസേജിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ഓപ്ഷൻസ് ആയിരുന്നു ബി, സി ആൻഡ് ജി. ഈ 3 ഓപ്ഷൻസിൽ ഏതാണ് അതിലേക്ക് പറയുന്നത്? റിസൾട്ടഡ് ഇൻ കമ്പൈലേഷൻ ആണോ? അവിടെ എന്താ പറയുന്നത്? കമ്പൈൽ ചെയ്യേണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ആ ഓപ്ഷൻ അല്ല. ഓപ്ഷൻ സി വന്നിട്ട് ഗേവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫയൽ ഷെയറിംഗ് ഓൺ കമ്പ്യൂട്ടേഴ്സ്. അവന് കമ്പ്യൂട്ടേഴ്സിൽ കൂടെ ഷെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. റിസൾട്ടഡ് ഇൻ റിവൈവ്ഡ് സെയിൽസ് ഓഫ് CDs ആയിരുന്നു നമ്മൾ എടുത്ത് വെച്ചിരുന്ന മറ്റൊരു ഓപ്ഷൻ. സോ ആ 2 ഓപ്ഷൻസ് ഇവിടെ പോസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സായിട്ട് പോസിബിളായിട്ട് വരാവുന്ന ആൻസേഴ്സിൽ നമ്മൾ ബി, സി, ജി എന്നുള്ള 3 ഓപ്ഷൻസ് തന്നെയായിരുന്നു പിക്ക് ചെയ്തത്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഓപ്ഷൻ സി വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ ആൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഓപ്ഷൻസിൽ നിന്നും സിയെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ആൻസേഴ്സായിട്ട് ഏതൊക്കെ മാത്രമേ ഇനി പോസിബിൾ ആകുള്ളൂ? ബി ആൻഡ് ജി. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമ്മളുടെ ആ ഒരു ഓപ്ഷൻസിൻ്റെ പോസിബിളായിട്ടുള്ള ഓപ്ഷൻസിൻ്റെ എണ്ണം ഇങ്ങനെ നമ്മൾ കുറച്ചുകൊണ്ട് വരുവാണെങ്കിൽ ആൻസേഴ്സ് ശരിയാവാനുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്യും? ഒന്ന് കൂടും. ഓക്കെ, യെസ് അനൂപ് ഫിലിപ്പ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ നോക്കാം. ദ പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസസ്. നാപ്സ്റ്ററിൻ്റെയും അതേപോലെയുള്ള സിമിലർ സർവീസസിൻ്റെയും പോപ്പുലാരിറ്റി, ആ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെ കാണാൻ നോക്കാം. നാപ്സ്റ്റർ എന്നുള്ളത് നമ്മൾ കീവേഡായിട്ട് ചൂസ് ചെയ്ത ഒരു കാര്യമാണ്. നാപ്സ്റ്റർ എന്നുള്ളത് നമുക്ക് എവിടെ തന്നെ കാണാം? ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കാണാം. ദ റിസൾട്ട് വാസ് നാപ്സ്റ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാപ്സ്റ്ററും അതേപോലെയുള്ള സിമിലർ സർവീസസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നാപ്സ്റ്ററിനെ പറ്റി മാത്രമേ കാണുന്നുള്ളൂ. സിമിലർ സർവീസസിനെ കുറിച്ച് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാപ്സ്റ്റർ ക്ലോൺസ് വിത്ത് മാർജിനലി ഡിഫറെൻറ്റ് പിയർ ടു പിയർ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചേഴ്സ് അപ്പിയർഡ്. നെറ്റല്ല നെറ്റ്വർക്ക്സ്, ഈ ഡോങ്കി, ഓഡിയോ ഗാലക്സി, കാസ എന്ന് പറഞ്ഞിട്ട് കുറേ ഇതിൻ്റെ പേര് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ആ ഒരു കാര്യം നമുക്ക് വായിക്കാം. അതേപോലെ തന്നെ എന്താ, അടുത്ത ഒരു പാരഗ്രാഫിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നാപ്സ്റ്റർ എന്നുള്ള ആ ഒരു കീവേഡ് തന്നിട്ടുണ്ട്. സോ ഇതിലേത് പോർഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനെന്നുള്ളത് വേണം നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നാപ്സ്റ്ററും സിമിലർ സർവീസസും പോപ്പുലർ ആയ ഒരു കാര്യമാണ്. ഓക്കെ, ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ശ്രദ്ധ നേടിയതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് തന്നിരിക്കുന്ന നാപ്സ്റ്റർ എന്നുള്ള കീവേഡ് കാണുമെങ്കിലും അവിടെ നാപ്സ്റ്റർ ഒറിജിനേറ്റ് ചെയ്ത ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിയല്ല? അങ്ങനെ ഒരു കമ്പനി അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവിടെ പോപ്പുലർ ആയി എന്നുള്ള കാര്യം പറയുന്നില്ല. ഓക്കെ, അതേപോലെ സെക്കൻഡ് പാരഗ്രാഫിൽ കാണുവാണെങ്കിലും എന്താണ്, അവരും അതേപോലെ അവരുടെ പിയർ ടു പിയർ അല്ലെങ്കിൽ സിമിലർ കമ്പനീസ് വന്നിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. പോപ്പുലർ ആയി എന്നുള്ള കാര്യം നമുക്ക് ഏത് പാരഗ്രാഫിലാണ് കാണാൻ പറ്റുന്നത്? തേർഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഫിഗേഴ്സ് ഹാവ് ഷോൺ റിപ്പീറ്റഡ്ലി ദാറ്റ് ദ റൈസ് ഓഫ് നാപ്സ്റ്ററിൻ്റെ റൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? നാപ്സ്റ്റർ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആണ്. സോ പോപ്പുലാരിറ്റീനെ കാണിക്കുന്നത് ഏത് പാരഗ്രാഫിലാണ്? തേർഡ് പാരഗ്രാഫിലായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫിഗേഴ്സ് ഹാവ് ഷോൺ റിപ്പീറ്റഡ്ലി ദാറ്റ് ദ റൈസ് ഓഫ് നാപ്സ്റ്റർ ആൻഡ്
elk had actually caused a resurgence in the lackluster of CD sales. CD സെയിൽസിൻ്റെ കാര്യത്തിൽ ഒരു റീസർജൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നും കൂടി മുൻപന്തിയിലേക്ക് CD സെയിൽസ് വന്നിട്ടുണ്ട്. സോ നാപ്സ്റ്റർ പോലെയുള്ള സിമിലർ കമ്പനീസും വന്നതിൻ്റെ ഫലമായിട്ട് CD സെയിൽസ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടി എന്തായിട്ടുണ്ട്, റിവൈവ്ഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഓപ്ഷൻസ് ബിയും ജിയും ആയിരുന്നു. അതിലേത് ഓപ്ഷൻസിലാണ് CD സെയിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, റിസൾട്ടഡ് ഇൻ കമ്പൈലേഷൻ ഓഫ് CDs കമ്പൈൽ ചെയ്തു, അല്ലെങ്കിൽ CDs ഫോം ചെയ്തു എന്നേ പറയുന്നുള്ളൂ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ്, റിസൾട്ടഡ് ഇൻ റിവൈവ്ഡ് സെയിൽസ് ഓഫ് CDസിൻ്റെ സെയിൽസ് റിവൈവ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ രണ്ടിലും CDസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യും, ഒന്ന് CDസിൻ്റെ കമ്പൈലേഷൻ എന്നാണ് പറയുന്നത്, 2 CDസിൻ്റെ റിവൈവൽ എന്നാണ് പറയുന്നത്. റിവൈവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലേതാണ്, കമ്പൈലേഷൻ ആണോ അതോ റിവൈവൽ ആണോ, റീസർജൻസുമായിട്ട് ഒന്നും കൂടി മാച്ച് ചെയ്യുന്നത്? റീസർജൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമസ് ആയിട്ട് വന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് ഏതാണ്, റിവൈവ്ഡ് ആണ്. സോ ഏതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, ഓപ്ഷൻ പറഞ്ഞോളൂ, ഓപ്ഷൻ ജി, റിസൾട്ടഡ് ഇൻ റിവൈവ്ഡ് സെയിൽസ് ഓഫ് CDs. ക്ലിയർ ആണല്ലോ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ ബിയും ജിയും പിക്ക് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്നും നമുക്ക് ഏത് ഓപ്ഷനാണ് പ്രോപ്പർ ആണെന്ന് മനസ്സിലായിട്ടുള്ളത്, ജി. ഓക്കെ, സോ 2 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പ്രോപ്പറായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സി ആൻഡ് സെക്കൻഡ് വൺ ജി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, ഐശ്വര്യ ലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. വർഷ മോഹൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ എന്ത് നോക്കാം, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ പീപ്പിൾ ബൈ CDs ബിക്കോസ് നമ്മൾ ഇതുമായിട്ട് ചേരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, സോ പീപ്പിൾ ബൈ CDs ബിക്കോസ് ആളുകൾ CDs വാങ്ങിച്ചതിൻ്റെ റീസൺ ആണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. സോ പീപ്പിൾ ബൈ CDs ബിക്കോസ് ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ്. പോസിബിൾ ആണോ? അവിടെ ഒരു പ്രൊനൗൺ വന്നായിരുന്നെങ്കിൽ പോസിബിൾ ആയേനെ അല്ലേ. പീപ്പിൾ ബൈ CDs ബിക്കോസ് ദേ ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഓപ്ഷൻ എ എടുക്കാമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ പീപ്പിൾ ബൈ CDs ബിക്കോസ് റിസൾട്ടഡ് ഇൻ കമ്പൈലേഷൻ ഇറ്റ്സ് ഓൾസോ പോസിബിൾ അല്ല. ഓപ്ഷൻ സി, ദ പീപ്പിൾ ബൈ CDs ബിക്കോസ് ഗേവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫയൽ ഷെയറിംഗ്. നമ്മൾ ഓൾറെഡി പിക്ക് ചെയ്ത ഓപ്ഷൻ ആയതുകൊണ്ട് ഓപ്ഷൻ സി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ജിയും അതേപോലെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് പീപ്പിൾ ബൈ CDs ബിക്കോസ് ദേ വോണ്ട് ടു ഹാവ് സംതിങ് ഫോർ ദംസെൽസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രൊനൗൺ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ. പീപ്പിൾ ബൈ CDs, ആളുകൾ CDs വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ വോണ്ട് ടു ഹാവ് സംതിങ് ഫോർ ദംസെൽസ്. അവിടെ പ്രൊനൗൺ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഗ്രാമാറ്റിക്കലി ആക്യുറേറ്റ് ആണ് അത് രണ്ടും കൂടെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ശരിയല്ലേ. അതേപോലെ നെക്സ്റ്റ് വൺ നോക്കാം, പീപ്പിൾ ബൈ CDs ബിക്കോസ് വെയർ നോട്ട് ഇൻ സപ്പോർട്ട്. ശരിയാണോ? നോ, ഇറ്റ്സ് ഇൻകറക്റ്റ്. അവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊനൗൺ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളുടെ സെൻറ്റൻസ് ആ ഒരു ഫസ്റ്റ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ നോക്കിയാലോ, പീപ്പിൾ ബൈ CDs ബിക്കോസ് ദേ ആർ പോപ്പുലർ. അത് പറയാമല്ലോ നമുക്ക്. CDs പോപ്പുലർ ആയതുകൊണ്ട് അവിടെ CDs പോപ്പുലർ ആയതുകൊണ്ടാണ് ആളുകൾ CDs വാങ്ങിച്ചത്. അതെന്തായാലും പോസിബിൾ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പീപ്പിൾ ബൈ CDs ബിക്കോസ് വെ ഹാപ്പി വിത്ത് ദ റൈസിങ് ഇൻട്രസ്റ്റ്. ഇവിടെയും ബിക്കോസ് ദേ വെ ഹാപ്പി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ വി കുഡ് ചൂസ് ഓപ്ഷൻ എച്ച് ആസ് എന്താണ് നമ്മളുടെ ആ ഒരു പോസിബിൾ ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെയും അങ്ങനെ വന്നിട്ടില്ല. സോ 2 ആൻസേഴ്സ് മാത്രമേ നമുക്ക് പോസിബിൾ ആയിട്ട് തോന്നുന്നുള്ളൂ, ഡി ആൻഡ് എഫ്. ഓക്കെ, സോ ഡി ആണോ എഫ് ആണോ എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ CDs ബൈ ചെയ്തത്? സോ CDസിൻ്റെ കാര്യം നമ്മളിവിടെ CDs എന്നുള്ളതാണ് നമ്മൾ കീ വേർഡായിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ആൻസേഴ്സ് വിൽ ഓൺലി അപ്പിയർ ഇൻ എ ഓർഡർ. ഓക്കെ, ഓർഡറിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആൻസേഴ്സ് അപ്പിയർ ചെയ്യത്തുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഓർഡറിലാണോ 1 2 3 4 ഏത് ഓർഡറിലാണോ തന്നിരിക്കുന്നത് ആ ഓർഡറിൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കാണത്തുള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഈ ഒരു പാരഗ്രാഫിലാണ് ലൊക്കേറ്റ് ചെയ്തത്. റീസർജൻസ് ഇൻ ലാക്ലസ്റ്റർ CDs സെയിൽസ് എന്നുള്ള കാര്യമാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാനായിട്ടാണ്, CD എന്നുള്ള ആ ഒരു കീവേഡ് അടുത്ത അല്ലെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസ് തൊട്ട് നമുക്കൊന്ന് സ്കിം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് CD എന്നുള്ള കീവേഡ് ഒരിടത്ത് കാണുന്നുണ്ട്.
സെയിം പാരഗ്രാഫിൽ തന്നെ കാണുന്നുണ്ട് കംപ്ലീറ്റ് ആൽബം ഓൺ CD. കണ്ടോ? അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വായിച്ച് നോക്കാം. ആ ഒരു കീവേഡ് അപ്പിയർ ചെയ്യുന്ന സെൻറ്റൻസ് തന്നെ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Many users download lots of tracks but then buy the complete album on CD. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വസ്റ്റനിലെ കോൺടെക്സ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ബൈ CDs അല്ലെങ്കിൽ ആളുകൾ CDs ബൈ ചെയ്യുന്നുണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? ഉണ്ട്, ശരിയല്ലേ? മെനി യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? പീപ്പിൾ തന്നെയാണ് അല്ലേ? മെനി യൂസേഴ്സ് ഡൗൺലോഡ് ലോട്ട്സ് ഓഫ് ട്രാക്സ് ബട്ട് ദെൻ ബൈ ദ കംപ്ലീറ്റ് ആൽബം ഓൺ CD. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ CD വാങ്ങിക്കുന്നതെന്നായിരുന്നു നമ്മളുടെ ക്വസ്റ്റനിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ടിരുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. CD ഫോർ ദ സേക്ക് ഓഫ് ഹാവിങ് സംതിങ് മോർ ടാഞ്ചിബിൾ ടു ഓൺ. അവർക്ക് എന്തെങ്കിലും ഓൺ ചെയ്യാനായിട്ട്, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് വിച്ച് വി ക്യാൻ ടച്ച്, നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അല്ലേ? അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു അവർക്കുണ്ട് എന്ന് അവർക്ക് തന്നെ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ദി ഓഫൺ ബൈ CDs. അവരതിന് വേണ്ടിയിട്ടാണ് CDs എന്ത് ചെയ്തിരുന്നത്? ബൈ ചെയ്തിരുന്നത്. സോ നമ്മൾ 2 ഓപ്ഷൻസ് പിക്ക് ചെയ്ത് വെച്ച് ആ ഓപ്ഷൻസിലേക്ക് തന്നെ നമുക്ക് പോവാം. ആളുകൾ CD വാങ്ങിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണോ F ആണോ? CDs പോപ്പുലർ ആയതുകൊണ്ടാണോ? അത് അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഓൺ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണോ? ഒബ്വിയസ്ലി ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ്. ക്ലിയർ അല്ലേ? ദേ വോണ്ട് ടു ഹാവ് സംതിങ് ഫോർ ദംസെൽസ്. കണ്ടോ? നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ആൻസറിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഗ്രാമർ ആക്യുറസി വെച്ചതിന് ശേഷം നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പം നമ്മളൊരു ക്വസ്റ്റൻ്റെ ആൻസർ ഇപ്പം നേരെ പോയിട്ട് എന്ത് ചെയ്യാണ്? പോപ്പുലാരിറ്റി ഓഫ് നാപ്സ്റ്റർ ആൻഡ് സിമിലർ സർവീസ് എന്നുള്ള കാര്യം നമ്മൾ കീവേഡായിട്ട് നമ്മുടെ പാസേജിൽ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ 8 ഓപ്ഷൻസിൽ നിന്ന് നമ്മളുടെ ഉത്തരത്തിനെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? 2-3 ഓപ്ഷൻസ് മാത്രം വായിച്ചതിന് ശേഷം നമ്മളുടെ ആൻസറിലേക്ക് എത്തുന്നത്. ശരിയല്ലേ? ആ ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെർദർ ആയിട്ടുള്ള ഇപ്പം 8 ഓപ്ഷൻസ് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നു. 3 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായി 3 ഓപ്ഷൻസ് പോയി. ഇനി 5 ഓപ്ഷൻസിൽ നിന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ആ 5 ഓപ്ഷൻസിൽ തന്നെ എന്താണ് നമ്മൾ പോസിബിൾ ആൻസേഴ്സ് ചൂസ് ചെയ്താലുള്ള ഗുണം 2-3 ഓപ്ഷൻസ് മാത്രം നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ 4th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 4th ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ദ റെക്കോർഡ് കമ്പനീസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ റെക്കോർഡ് കമ്പനീസ് ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ്. പോസിബിൾ ആണല്ലോ? ഓക്കെ, സോ A പോസിബിൾ ആണ്. റെക്കോർഡ് കമ്പനീസ് റിസൾട്ടഡ് ഇൻ ദ കമ്പൈലേഷൻ ഓഫ് CDs എന്ന് പറയുമോ? റെക്കോർഡ് കമ്പനീസ് റിസൾട്ടഡ് ഇൻ ദ കമ്പൈലേഷൻ ഓഫ് CDs എന്നുള്ളത് പോസിബിൾ അല്ല. റെക്കോർഡ് കമ്പനീസ് ഗേവ് ബർത്ത് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഫയൽ ഷെയറിംഗ്. പക്ഷേ നമ്മൾ ഓപ്ഷൻ ഓൾറെഡി പിക്ക് ചെയ്തതാണ്. ഓപ്ഷൻ G പിക്ക് ചെയ്തതാണ് ആൻഡ് ഓപ്ഷൻ ഡിയും പിക്ക് ചെയ്തതാണ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരില്ല. സോ റെക്കോർഡ് കമ്പനീസ് വെർ നോട്ട് ഇൻ സപ്പോർട്ട് ഓഫ് P2P ഷെയറിംഗ്. പോസിബിൾ അല്ലേ? P2P ഷെയറിങ്ങിനെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ദ റെക്കോർഡ് കമ്പനീസ് ദേ ആർ പോപ്പുലർ. പോസിബിൾ ആണോ? അല്ല. ദ റെക്കോർഡ് കമ്പനീസ് വെർ ഹാപ്പി വിത്ത് ദ റൈസിങ് ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്. അതും പോസിബിൾ ആണ്. സോ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് തോന്നിയിരിക്കുന്നത്. ഓപ്ഷൻ A, E ആൻഡ് H. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. A, E ആൻഡ് H. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വണ്ണിൻ്റെയും കൂടെ പോസിബിൾ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വെച്ചിട്ട് അത് രണ്ടും കൂടെ ഒരുമിച്ച് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, പാസേജിൽ നിന്ന്. സോ 5th വൺ വന്നിട്ട് ആപ്പിൾ കോപ്പ് ആൻഡ് എൽ ഓഫ് MP3. Apple Corp and L of MP3 believed in the success of MP3 downloads. പോസിബിൾ ആണല്ലോ. ഓപ്ഷൻ B, Apple Corp and L of MP3 resulted in the compilation. ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ഓപ്ഷൻ C നമ്മൾ എടുത്തതാണ്. ഡിയും നമ്മൾ പിക്ക് ചെയ്തതാണ്. അത് രണ്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് വന്നിട്ട് ആപ്പിൾ കോർപ്പ് ആൻഡ് എൽ ഓഫ് MP3 were not in support of P2P ഷെയറിംഗ്. അവരതിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്ന് പോസിബിൾ അല്ലേ? സോ ഓപ്ഷൻ E പറ്റും. ആൻഡ് ഓപ്ഷൻ F നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ ഓപ്ഷൻ A, F ഇവിടെ പോസിബിൾ അല്ല. മാച്ച് ചെയ്ത് വായിച്ചാലോ? ആപ്പിൾ കോർപ്പ് ആൻഡ് എൽ ഓഫ് MP3 ദേ ആർ പോപ്പുലർ. വരുമോ? ഇല്ല. ഓക്കെ, സോ G ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ആൻസറായിട്ട് പിക്ക് ചെയ്ത ഒരെണ്ണമാണ്. ആൻഡ് ലാസ്റ്റ് വൺ നോക്കിയാലോ? Apple Corp and L of MP3 were happy with the rising interest in music. മ്യൂസിക്കിൻ്റെ ഇൻട്രസ്റ്റ് ആളുകളുടെ ഇടയിൽ ഇൻക്രീസ് ചെയ്യുന്നതിൽ അവർ വളരെ ഹാപ്പി ആയിരുന്നു. പോസിബിൾ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ എച്ചും പോസിബിൾ ആണ്. വിച്ച് മീൻസ് ആ 2 ക്വസ്റ്റ്യൻസിനും നമുക്ക് സെയിം ഓപ്ഷൻസ് തന്നെയാണ് പോസിബിളായിട്ട് തോന്നിയിരിക്കുന്നത്. A, E ആൻഡ് H. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്, പ്രോപ്പറായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഈ 3 ഓപ്ഷൻസിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് എവിടെ നിന്ന് നമുക്ക് നോക്കാം? നമ്മുടെ പാസേജ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റെക്കോർഡ് കമ്പനീസിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ,
നമ്മൾ ഈ ഒരു പാരഗ്രാഫ് വരെ റീഡ് ചെയ്ത് നിർത്തിയായിരുന്നു അല്ലേ. ഈ ഒരു പാരഗ്രാഫ് ഹോളായിട്ട് നമ്മൾ റീഡ് ചെയ്തിട്ടില്ല, ഈ ഒരു പാർട്ട് വരെ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ റെക്കോർഡ് കമ്പനീസിനെ കുറിച്ച് എന്താണ്, റെക്കോർഡ് കമ്പനീസ് എന്നുള്ള ആ ഒരു കീവേഡാണ് നമ്മൾ നോക്കുന്നത്. റെക്കോർഡ് കമ്പനീസിനെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, റെക്കോർഡ് കമ്പനീസ് എന്നുള്ള ആ ഒരു വേർഡ് ഏത് പാരഗ്രാഫിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയാലോ. സോ നെവർട്ട്ലെസ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫിൽ ആ ഒരു 3rd ലൈൻ നമ്മൾ നോക്കിയാൽ കാണാം ദ റെക്കോർഡ് ഇൻഡസ്ട്രി. മനസ്സിലായില്ലേ? അവിടെ ആ ഒരു കീവേഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നോക്കാം. With support and advocacy from certain artists themselves, most notably Metallica's Lars Ulrich and Dr. Dre, the record industry began to fight this cultural sea change. ഈ ഒരു കൾച്ചറൽ സീ ചേഞ്ചിനെ റെക്കോർഡ് ഇൻഡസ്ട്രി എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്? ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഏതിനെയാണെന്ന് തൊട്ട് മുകളിൽ നമുക്ക് വായിക്കാം. Nevertheless, it was inevitable that the copyright holders were going to be a little less than pleased with P2P. P2Pയുമായിട്ട് എന്താണ് കോപ്പിറൈറ്റ് ഹോൾഡേഴ്സിന് ഒത്തിരി ഇൻട്രസ്റ്റ് ഒന്നും ഇൻക്ലിനേഷൻ അതുമായിട്ട് തോന്നിയില്ല. വിത്ത് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫ്രം എ സർട്ടൻ ആർട്ടിസ്റ്റ് ദെംസെൽസ്, മോസ്റ്റ് നോട്ടബ്ലി മെറ്റാലിക്കാസ്, ലാർസ് അൾറിച്ച് ആൻഡ് ഡോക്ടർ ഡ്രേ, ദ റെക്കോർഡ് ഇൻഡസ്ട്രി ബിഗാൻ ടു ഫൈറ്റ് ദിസ് കൾച്ചറൽ സീ ചേഞ്ച്. അപ്പോൾ കോപ്പിറൈറ്റ് ഹോൾഡേഴ്സിന് ഈ ഒരു P2P ഇൻഡസ്ട്രിയുമായി ഒത്തിരി ഇൻക്ലിനേഷൻ ഇല്ലാതിരുന്നു. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? റെക്കോർഡ് ഇൻഡസ്ട്രി അതിനെ ഫൈറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓപ്ഷൻസിലേക്ക് നമുക്ക് പോകാം. A, E and H ആണ്. ഓക്കെ, അതിൽ ഏത് ആൻസറാണ് ഇവിടെ പോസിബിൾ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോപ്പിറൈറ്റ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു P2P ഷെയറിങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ റെക്കോർഡ് ഇൻഡസ്ട്രി അതിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. റെക്കോർഡ് ഇൻഡസ്ട്രി ആരെ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്? ആ ഒരു കോപ്പിറൈറ്റ് ഓണേഴ്സിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. വിച്ച് മീൻസ് അവരും എന്തിനെ തന്നെ എതിർത്തിരുന്നു? P2P ഷെയറിങ്ങിനെ എതിർത്തിരുന്നു. ശരിയല്ലേ? സോ ഏത് ആൻസറാണ് ഇവിടെ പോസിബിളായിട്ട് നമുക്ക് വരുന്നത്? നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു? A, E and H. ഓക്കെ, എ നമ്മൾ നോക്കിയാൽ ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സ്. MP3 ഡൗൺലോഡ്സിൻ്റെ സക്സസ്സിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യമാണോ നമുക്ക് പാസേജിൽ നിന്ന് കാണാൻ പറ്റുന്നത്? ആണോ? അല്ല. സോ കോപ്പിറൈറ്റ് ഹോൾഡേഴ്സ് എന്താണ് പറയുന്നത്? P2P ഷെയറിങ്ങുമായിട്ട് ഡിസ്പ്ലീസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നു എന്ന് പറയുമ്പോൾ സെയിം കാര്യത്തിനെ സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്ത ആളുകളായിരുന്നു ആർട്ടിസ്റ്റും അതുപോലെ തന്നെ റെക്കോർഡ് ഇൻഡസ്ട്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഓപ്ഷനെ എടുക്കാൻ പറ്റില്ല. MP3 ഡൗൺലോഡ്സിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ആൻഡ് ഓപ്ഷൻ ഇ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. വെനോട്ട് ഇൻ സപ്പോർട്ട് ഓഫ് P2P ഷെയറിങ്. P2P ഷെയറിങ്ങുമായി അവർ സപ്പോർട്ട് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ P2P ഷെയറിങ്ങിനെ അവർ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സെയിം കാര്യം തന്നെയല്ലേ നമ്മളവിടെ റീഡ് ചെയ്തത്. സോ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഇ. ഓക്കെ, ഓപ്ഷൻ എച്ച് എന്തായിരുന്നു? വെ ഹാപ്പി വിത്ത് റൈസിങ് ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക്. മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് ആളുകളുടെ ഇടയിൽ ഇൻക്രീസ് ചെയ്യുന്നതിൽ അവർ ഹാപ്പി ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഈ ഒരു കാര്യമാണോ അവിടെ കാണാൻ പറ്റുന്നത്? അല്ല, P2P ഷെയറിങ്ങിൻ്റെ കാര്യമാണ് കാണുന്നത്. സോ അവരതിനെ എന്ത് ചെയ്തിരുന്നില്ല? സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സോ ആൻസർ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ ചൂസ് ചെയ്യാം. ഓപ്ഷൻ ഇ. ഓക്കെ, സോ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആയപ്പോൾ ഒബ്വിയസ്ലി 5th ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഓപ്ഷൻ ഇ വരുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഇയെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആ ഒരു പോസിബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ കയ്യിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, ദ ആപ്പിൾ കോപ്പ് ആൻഡ് എൽ ഓഫ് MP3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടിൻറ്റു രവീന്ദ്രൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ആപ്പിൾ കോപ്പ് ആൻഡ് എൽ ഓഫ് MP3 ഈ 2 കമ്പനീസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടും അവിടുത്തെ കീവേഡ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കീവേഡ് നമുക്ക് നോക്കി പോകാവുന്നതേ ഉള്ളൂ. ഈ പാരഗ്രാഫിൽ അത് റെക്കോർഡ് ഇൻഡസ്ട്രിയുടെ കാര്യം വരെയാണ് നമ്മൾ റീഡ് ചെയ്തത്. ഇവിടെ വരെയാണ് നമ്മൾ റീഡ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ കമ്പനീസിൻ്റെ പേര്? ഇല്ല. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ ഇതിലുണ്ട് ആപ്പിൾ കോപ്പ്, എൽ ഓഫ് MP3 പോലെയുള്ള കമ്പനീസിൻ്റെ കാര്യം നമുക്ക് പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. In the meantime, more savvy agencies, namely Apple Corp and a Russian site going by the name alofmp3.com, as well as a few other innovators, had latched on to the fact that MP3 downloads, despite the fear of the wider industry, would be the way forward. ഇവിടെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ആ 2 കമ്പനീസിൻ്റെ പേര് തന്നിരിക്കുന്നത്. ആ 2 കമ്പനീസിൻ്റെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഈ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദ മീൻ ടൈം അതേ സമയത്ത് സാവി ഏജൻസീസ് ആരൊക്കെയായിരുന്നു? കമ്പനീസിൻ്റെ പേര് ആപ്പിൾ കോർപ്പാണ്. അതേപോലെ തന്നെ alofmp3.com എന്ന് പറയുന്ന ഒരു റഷ്യൻ സൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആസ് വെൽ ആസ് എ ഫ്യൂ അതർ ഇന്നോവേറ്റേഴ്സ്, അവരോടൊപ്പം കുറച്ച് ഇന്നോവേറ്റേഴ്സിൻ്റെയും കാര്യം പറഞ്ഞു. ഹാഡ് ലാച്ച്ഡ് ഓൺ ടു ദ ഫാക്ട് ദാറ്റ് MP3 ഡൗൺലോഡ്സ്. MP3 ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്റ്റിലേക്ക് ലാച്ച്ഡ് ഓൺ മീൻസ് അവരതിലേക്ക്
വിശ്വസിച്ചു, അല്ലെങ്കിൽ ഒരുപാട് അവരതിനെ മനസ്സിലാക്കി എന്നുള്ളൊരു കാര്യം തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഏത് ആൻസർ ആയിരിക്കും പോസിബിളായിട്ട് വരിക ഇവിടെ? ഓപ്ഷൻ എയും ഓപ്ഷൻ എച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബിലീവ്ഡ് ഇൻ ദ സക്സസ് ഓഫ് MP3 ഡൗൺലോഡ്സും വെ ഹാപ്പി വിത്ത് റൈസിങ് ഇൻട്രസ്റ്റ് ഇൻ മ്യൂസിക് എന്നുള്ള കാര്യവുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഏതാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്? രണ്ട് ഏജൻസീസിൻ്റെ കാര്യം പറയുന്ന, രണ്ട് കമ്പനീസിൻ്റെ കാര്യം, ആപ്പിൾ കോപ്പും അൽ ഓഫ് MP3യും എന്താ, അവരോടൊപ്പം കുറച്ച് ഇന്നോവേറ്റേഴ്സും ചേർന്നിട്ട് എന്താ ചെയ്തിരുന്നത്? MP3 ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ അവർ വിശ്വസിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് അവർ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഡിസ്പൈറ്റ് ദ ഫിയേഴ്സ് ഓഫ് വൈഡർ ഇൻഡസ്ട്രി വുഡ് ബി ദ വേ ഫോർവേഡ്. അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നിട്ട് പോലും അവർ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? MP3 ഡൗൺലോഡ്സിനെ കുറിച്ച് വിശ്വസിച്ചു, അല്ലെങ്കിൽ അതിലെ ആ ഒരു ഫാക്റ്റിലേക്ക് അവർ ഇറങ്ങി ചെന്നു എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏത് ആൻസറാണ് ഇവിടെ പോസിബിളായിട്ട് വരുന്നത്? എ ആണോ എച്ച് ആണോ? എയിലാണോ എച്ചിലാണോ MP3 ഡൗൺലോഡ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എയിലാണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ. ഓക്കെ, സോ ഈ രീതിയിൽ വേണം നമ്മൾ മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കീവേഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നേരെ പാസേജിലേക്ക് പോയിട്ട് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ആ ഒരു ഓപ്ഷൻസും കൂടെ വായിച്ചതിന് ശേഷം ഓപ്ഷൻസ് നമ്മളുടെ ഇൻകംപ്ലീറ്റ് സെൻറ്റൻസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് പോസിബിൾ ആൻസേഴ്സ് അല്ലാത്തതിനെ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 2-3 ഓപ്ഷൻസ് മാത്രമേ നമ്മളുടെ കയ്യിൽ ബാക്കിയായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? നമ്മളുടെ പ്രോപ്പർ ആൻസറിനെ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നും. ഓക്കെ, സോ ഇത് ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഇൻകംപ്ലീറ്റ് സെൻറ്റൻസും ആ ഒരു അതിൻ്റെ എൻഡിങ്ങുമായിട്ട് കുറേ മാച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചത് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് മാച്ച് ചെയ്ത് ആ ഒരു ഓപ്ഷൻസ് വെച്ചതിന് ശേഷം ആ ഓപ്ഷൻസിൽ നിന്ന് മാത്രം ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ, അതായിരിക്കും നല്ലത്. ആൻഡ് ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സ്ട്രാറ്റജിയും കൂടെയാണിത്. മാച്ചിങ് എൻഡ്സ് ഓഫ് സെൻറ്റൻസസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ റീഡിംഗ് പേസ് കൂടുതലുള്ള ആളുകൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഫർദർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് ടോപ്പിക് നിങ്ങൾക്ക് ഇവിടെ കോമൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ വി വിൽ ബി ക്ലിയറിങ് യുവർ ഡൗട്ട്സ്. എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, നമ്മളുടെ സെഷനുമായിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ അഖില സൈനിങ് ഓഫ്. Thank you.